കേരളത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി റിപ്പോർട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുന്നതെല്ലാം റിപ്പോർട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുന്നതിന് വേണ്ടിയുള്ള അവനെ ആട്ടി ഉറങ്ങണാവോ? മറ്റാർക്കെങ്കിലും സൂചന നൽകാനാണോ, ഏതെങ്കിലും തീവ്രവാദ സംഘടനകളുമായി ബന്ധമുള്ള ആളാണോ എന്നുള്ള കാര്യമില്ല. ഇയാളെ തിരികെ എത്തിച്ച് ചോദ്യം ചെയ്താൽ മാത്രമേ മനസ്സിലാവുള്ളൂ. ശരി സന്തോഷ്. ഇനി സർക്കാർ ഒരുപാട് അവകാശവാദങ്ങളോടെ ഉയർത്തിക്കാട്ടുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതിയിലെ പോരായ്മകൾ ഇന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് CAG റിപ്പോർട്ടർ. സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾക്കായി അപേക്ഷ സ്വീകരിക്കുന്നത് തൊട്ട് നേരിട്ട് പെൻഷൻ നൽകുന്നതിൽ വരെ പോരായ്മകളുണ്ട് എന്നാണ് 2020-21 കാലയളവിലെ CAG റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. മരിച്ചവരും സർക്കാർ ജീവനക്കാരും ക്ഷേമ പെൻഷൻ വാങ്ങുന്നുണ്ട് എന്നാണ് CAGയുടെ കണ്ടെത്തൽ. ഇതുവഴി നഷ്ടം 39.27 കോടി രൂപയാണ്. 20% സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കളും അനർഹർ എന്നാണ് ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതുകൂടാതെ ബാർ ലൈസൻസ് അനധികൃതമായി കൈമാറിയതിലൂടെ 2.17 കോടി രൂപയുടെ നഷ്ടവും ഉണ്ടായിരിക്കുന്നു. RTO ഉദ്യോഗസ്ഥരുടെ പിഴവ് കാരണം 73 കോടിയുടെ നഷ്ടമുണ്ടെന്നും ഈ റിപ്പോർട്ടിൽ പറയുകയാണ്. ഒരു വ്യക്തിക്ക് ഒരു സാമൂഹ്യ സുരക്ഷാ പെൻഷൻ മാത്രമേ അർഹതയുള്ളൂ. അതിനുള്ള ഏക വ്യത്യാസം ഡിസേബിൾഡ് പെൻഷനാണ്. പക്ഷേ നമ്മുടെ ഈ ഏക ഏതാണ്ട് 3990 വ്യക്തികൾക്ക് ഒന്നിൽ കൂടുതൽ പെൻഷൻ ലഭിക്കുന്നതായിട്ട് കുറെ വ്യക്തികൾക്ക് പെൻഷൻ വെൽഫെയർ കമ്മിറ്റി അനുവദിച്ചു. പക്ഷെ അതിനുശേഷമാണ് ആപ്ലിക്കേഷൻ ഫയൽ ചെയ്തത്. ഈ നെല്ല് സംഭരണത്തിന്റെ പണം സർക്കാർ നൽകിയില്ല എന്ന വിമർശനം ഉന്നയിച്ച കൃഷ്ണപ്രസാദിനെ നിയമസഭയിൽ വിമർശിച്ചിരിക്കുകയാണ് കൃഷ്ണമന്ത്രി.